തൊട്ടപ്പം തന്നെ സെക്രട്ടേറിയറ്റിലെത്തി. കാരണം ആദ്യം നിൽക്കുന്ന വ്യക്തികൾക്കാണ് 10 ലക്ഷം രൂപ എന്ന് കിട്ടി. കാണുക പ്രിയപ്പെട്ടവരെ, 10 ലക്ഷം രൂപയെക്കാളും 10,000 കോടി രൂപയെക്കാളും വിലമതിപ്പുള്ള പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ പിതാവ് നീട്ടിക്കൊണ്ട് പറയാണ്, റിസീവ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവനെന്ന് പറയുമ്പോൾ നാം അതിന് എന്ത് വിലയാണ് കൊടുക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി നാം ദാഹിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവിനെ തന്നേ തീരുവെന്ന് പറഞ്ഞ് നാം ദൈവത്തിന്റെ മുമ്പിൽ ബലം പിടിക്കാറുണ്ടോ? ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവ് തരുന്ന ഈ സമ്മാനത്തെ നമ്മൾ ഏറ്റവും വിലയുള്ളതായിട്ട് കാണാറുണ്ടോ? നമ്മൾ വിലയുള്ളതായിട്ട് കണ്ടിരുന്നെങ്കിൽ നമ്മൾ അതിനു വേണ്ടി തീർച്ചയായിട്ടും ചോദിക്കുമായിരുന്നു. എന്നെ ഈശോ പഠിപ്പിച്ചൊരു സത്യം ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. നമ്മൾ പലപ്പോഴും ഈശോടുത്ത് എന്നിട്ട് പറയാൻ സാധ്യതയുണ്ട്. എന്താണെന്നറിയാം? ഈശോയെ, നീ എനിക്ക് കോപമുണ്ടെന്ന് പറയുന്നു, നീ എന്നിൽ അഹങ്കാരമുണ്ടെന്ന് പറയുന്നു, നീ എന്നിൽ എടുത്തുചാട്ടമുണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ എന്നിൽ ഉണ്ട് ഈശോയെ. പക്ഷെ എൻ്റെ അപ്പൻ ദേഷ്യമുള്ളവനാ, അപ്പാപ്പൻ ദേഷ്യമുള്ളവനാ, അമ്മച്ചി ദേഷ്യമുള്ളവനാ, അവരിൽ നിന്നല്ലേ ഞാൻ ജനിച്ചത്. അപ്പൊ എനിക്ക് ദേഷ്യം കിട്ടാതിരിക്കുമോ? വെറുപ്പ് കിട്ടാതിരിക്കുമോ? അതിനെന്തിനായി എന്നെ ശിക്ഷിക്കുന്നത്? കർത്താവ് നമ്മുടെ അടുത്ത് പറയും, ഓക്കെ, നീ പറഞ്ഞ ഞാൻ സമ്മതിച്ചു, നിന്റെ അപ്പന്റെ ദേഷ്യം നിനക്ക് കിട്ടി, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നില്ല. നിന്റെ അമ്മയുടെ ദേഷ്യം നിനക്ക് കിട്ടി, അതൊക്കെ ശരിയാ. പക്ഷെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിന്റെ ദേഷ്യം മാറാൻ, നിന്റെ അശുദ്ധി മാറാൻ, നിന്റെ വ്യഭിചാരാസക്തി മാറാൻ, നിന്റെ മദ്യപാനാസക്തി മാറാൻ, നിന്റെ അപ്പനിൽ നിന്ന് കിട്ടിയ പുകവലിയുടെ ശീലം മാറാൻ, നിന്റെ അപ്പനിൽ നിന്ന് കിട്ടിയ ലഹരി പദാർത്ഥങ്ങളുടെ ശീലം മാറാൻ, നിന്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ കോപ സ്വഭാവം മാറാൻ ഞാൻ നിനക്കൊരു മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു. നീ സ്വീകരിച്ചോ? നിനക്ക് പനി വന്നപ്പോൾ നീ പാരസെറ്റമോൾ കഴിച്ചില്ലേ? നിന്റെ കുഞ്ഞിന് ന്യൂമോണിയ വന്നപ്പോൾ നീ ഡോക്ടറെ കണ്ട് ഇഞ്ചക്ഷൻ കൊടുത്തില്ലേ? ആന്റിബയോട്ടിക് കൊടുത്തില്ലേ? നീ എത്ര പൈസ ചെലവാക്കിയ നിന്റെ മകനെ ചികിത്സിപ്പിച്ചത്? നിന്റെ ആത്മാവിന്റെ രോഗത്തിന്റെ മരുന്ന് നീ മേടിച്ചോ? ഞാൻ നിനക്ക് തന്ന മരുന്നായ പരിശുദ്ധാത്മാവിന് വേണ്ടി കോപത്തെ പരാജയപ്പെടുത്തുന്ന, വെറുപ്പിനെ പരാജയപ്പെടുത്തുന്ന, അശുദ്ധിയെ പരാജയപ്പെടുത്തുന്ന പരിശുദ്ധാത്മ നിറമെന്ന് പറയുന്ന ഈ വലിയ മരുന്നിന് വേണ്ടി നീ എന്നെങ്കിലും എൻ്റെ മുമ്പിൽ ദാഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അപ്പോ നമ്മുടെ ശിരസ് കുനിഞ്ഞാൽ നമുക്കൊരു ഉത്തരം പറയാനായിട്ടില്ല. ദൈവം സൗജന്യമായിട്ട് തന്ന ഈ മരുന്നിനെ യാതൊരു വിലയുമില്ലാതെ നമ്മൾ തട്ടിക്കളഞ്ഞതിനാൽ അന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടാനിടയുണ്ട്. അതുകൊണ്ട് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ പറയണം, ദൈവമേ, പാപിയായ എൻ്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ, അഭിഷേകത്തോടെ ജീവിക്കുവാൻ എനിക്ക് തരുന്ന സമ്മാനമായ പരിശുദ്ധാത്മാവെന്ന വലിയ സത്യം ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ദാഹത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി വിശപ്പോടെ ഞാൻ കാത്തിരിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു സ്നേഹബന്ധമാകാൻ ദൈവം നമുക്ക് സമ്മാനമായിട്ട് തരികയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിനെ ദൈവം തന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാകണം. ഈ സ്നേഹബന്ധത്തിലാണ് നമ്മൾ ആത്മീയമായിട്ട് വളരുന്നത്. ഈ ബന്ധം വളരുന്നതനുസരിച്ച് നമ്മുടെ വിശുദ്ധി വളരും, നമ്മുടെ എളിമ വളരും, നമ്മുടെ സ്നേഹം വളരും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വളരും, നമ്മുടെ അഭിഷേകം വളരും, നമ്മുടെ തേജസ് വളരും, നമ്മുടെ മഹത്വം കൂടും. നമ്മൾ ദൈവത്തെ പോലെ ആയിക്കൊണ്ടിരിക്കും. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. ലോകത്തിന്റെ സൃഷ്ടി, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ശ്രദ്ധിക്കണം, നമ്മുടെ ഭൂമിയെ പറ്റി പറയുകയാണ്. ഭൂമിക്ക് യാതൊരു ഭംഗിയുമില്ലായിരുന്നു, ഭൂമി രൂപരഹിതമായിരുന്നു, കെയോട്ടിക് ആയിരുന്നു, ആഴത്തിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. എന്നാൽ ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ഈ ഭൂമിയെ തള്ളിക്കളഞ്ഞിട്ട് വേറൊരു ഭൂമിയെ ഉണ്ടാക്കുകയല്ല ചെയ്തത്. ഈ ഒന്നിനും കൊള്ളാത്ത ഇരുട്ടു നിറഞ്ഞ ഭൂമിയെ ദൈവം തള്ളിക്കളഞ്ഞില്ല. ദാറ്റ് ഈസ് അവർ ഗോഡ്. ഇതാണ് നമ്മുടെ ദൈവം. ഇത് നമ്മളെയും തള്ളിക്കളയാത്ത ദൈവസ്നേഹത്തിന്റെ അടയാളമാണ്. ദൈവം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഉൽപ്പത്തി 1, ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഭൂമിക്ക് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. രൂപമില്ലാത്ത ഭൂമിയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാളുകളോളം പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഭൂമി എന്ത് ചെയ്തെന്നറിയാമോ? നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ട ഭാഷയെ പറയാ. ഭൂമി എന്ത് ചെയ്യുന്നറിയാമോ? പരിശുദ്ധാത്മാവേ, എന്നെ വിട്ടിട്ട് പോ, എനിക്ക് നിന്നെ വേണ്ട എന്ന് ഭൂമി പറഞ്ഞില്ല. ഭൂമി എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ പറഞ്ഞു, പരിശുദ്ധാത്മാവേ, എനിക്ക് നിന്നെ വേണം, നീ എന്നിൽ പ്രവർത്തിക്കുക, ഞാൻ കീഴടങ്ങുന്ന പരിശുദ്ധാത്മാവേ, നീ നിനക്ക് ഇഷ്ടമുള്ളത് എന്നിൽ ചെയ്തു കൊള്ളുക. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 2-3 വചനം വായിക്കുമ്പോൾ കാണാം, ദൈവം വചനമയച്ചു. ആദ്യം പരിശുദ്ധാത്മാവിനെ അയച്ചു, പിന്നീട് വചനമയച്ചു. ലെറ്റ് ദേർ ബി ലൈറ്റ്, പ്രകാശമുണ്ടാകട്ടെ. ഇരുട്ടു നിറഞ്ഞ ഭൂമിയിൽ പ്രകാശമുണ്ടായി. പിന്നീട് നമ്മൾ കാണുന്നു, ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ പൂക്കളുണ്ടായി, ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ വെള്ളമുണ്ടായി, ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ മൃഗങ്ങളുണ്ടായി, കിളികളുണ്ടായി, മത്സ്യങ്ങളുണ്ടായി, ഒന്നിനും കൊള്ളാത്ത ഭൂമിയിൽ മനുഷ്യരുണ്ടായി. ഭൂമി വളരെ മനോഹരമായി. ഉൽപ്പത്തി 1:31 ഭൂമി വളരെ മനോഹരമായിരിക്കുന്നുവെന്ന്
ദൈവം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഭൂമി ഒരൊറ്റ കാര്യം ചെയ്തു, പരിശുദ്ധാത്മാവിനോട് സഹകരിച്ചു, പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു, പരിശുദ്ധാത്മാവിനോട് കീഴടങ്ങി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനും നിങ്ങളും ഭൂമിയിൽ നിന്ന് എടുക്കപ്പെട്ടവരല്ലേ? ഭൂമിയിൽ നിന്നല്ലേ ദൈവം നമ്മളെ ഉണ്ടാക്കിയത്? മണ്ണുകൊണ്ട് രൂപം മെനഞ്ഞ് അതിന്റെ മേൽ ഊതിയതല്ലേ? ആ രൂപത്തിന്റെ മേൽ തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചതല്ലേ മനുഷ്യ സൃഷ്ടിക്ക് കാരണമായി തീർന്നത്? എങ്കിൽ ഭൂമി ചെയ്ത അതേ കാര്യം ഞാനും നിങ്ങളും ചെയ്താൽ, അന്ധകാരം നിറഞ്ഞ ഭൂമി പ്രകാശമായി മാറിയതുപോലെ അന്ധകാരം നിറഞ്ഞ ഞാനും നിങ്ങളും പ്രകാശിക്കും. അൽഫോൻസാമയിൽ നിറഞ്ഞ പ്രകാശം, പരിശുദ്ധാത്മാവിന്റെ പ്രകാശം, കുഞ്ഞച്ചനിൽ വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനിൽ നിറഞ്ഞ, വാഴ്ത്തപ്പെട്ട എപിപ്രേസ്യമിൽ നിറഞ്ഞ, വിശുദ്ധ കൊച്ചു ത്രേസ്യയിൽ നിറഞ്ഞ അതേ ചൈതന്യം നമ്മളിൽ നിറയും. നമ്മളിൽ പൂക്കൾ ഉണ്ടാകും, നമ്മളിൽ ഫലങ്ങൾ ഉണ്ടാകും, നമ്മൾ സൗന്ദര്യമുള്ളവരായി തീരും, ആത്മാവിന്റെ സൗന്ദര്യം നിറഞ്ഞവരായി തീരും. ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫലങ്ങളും, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമുക്ക് കിട്ടും, വരങ്ങൾ നമുക്ക് കിട്ടും, ദാനങ്ങൾ നമുക്ക് കിട്ടും. ഹല്ലേലൂയ. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പൗലോസ്ലിഹ 4 കാര്യങ്ങൾ പറഞ്ഞു തരുന്നു. അതും കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കാം. എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 5:18 പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുവിൻ. തൊട്ടടുത്ത വചനം എങ്ങനെയാണെന്നറിയാം പറയുന്നത്, സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ ഇത് കിടക്കുന്നത് സ്പീക്ക് ടു യുവർ സെൽഫ് ഇൻ സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ് എന്നാണ്. എനിക്കിതാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കാരണം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാ പാട്ടുപാടി സംസാരിക്കുന്നത്? തമ്മിൽ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് ഈ സങ്കീർത്തനം പറഞ്ഞ് സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കിങ് ജെയിംസ് വേർഷൻ ബൈബിളിൽ പറയുന്നത് സ്പീക്ക് ടു യുവർ സെൽഫ്, നിങ്ങളോട് തന്നെ സങ്കീർത്തനങ്ങളാൽ സംസാരിക്കുക. ഇത് ചെയ്താൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാം. ഇത് മനസ്സിലായതിനു ശേഷം ഓരോ പ്രഭാതത്തിലും ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി കണ്ണടച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ഞാൻ മുറിയിലൂടെ നടക്കും. ഞാൻ എന്നോട് തന്നെ ഒരു പാട്ട് പാടും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവിടെ നിന്ന് നടത്തുന്നു. ഗ്ലോറി. പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊരു അഭിഷേകമായി മാറും. എൻ്റെ അടുത്ത് വരുന്നവർക്ക് അഭിഷേകം കിട്ടും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരും. ഓ ഗ്ലോറി. കർത്താവിന്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഞാൻ എന്നോട് തന്നെ പാട്ട് പാടിക്കൊണ്ട് പറയും. 91 സങ്കീർത്തനം പാടിക്കൊണ്ട് ഞാൻ പറയും, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനാണ് ഞാൻ, സർവശക്തന്റെ തണലിൽ കഴിയുന്നവനാണ് ഞാൻ. എൻ്റെ ഇടതുവശത്ത് 1000-ങ്ങളും വലത്തുവശത്ത് 10,000-ങ്ങളും മരിക്കും, എനിക്കൊന്നും സംഭവിക്കുകയില്ല. ഐ ഹാവ് ഇറ്റേണൽ ലൈഫ് ഇൻ മീ. നിത്യജീവൻ എന്നിലുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയും, ജോൺ നീ ദൈവത്തിന്റെ പൊന്നുമകന്, ജോൺ ദൈവത്തിന്റെ അഭിഷേകം നിന്നിലുണ്ട്, ജോൺ ദൈവത്തിന്റെ അഗ്നി നിന്നിലുണ്ട്, ജോൺ ദൈവത്തിന്റെ ഫയർ നിന്നിലുണ്ട്. നിന്റെ അകത്തുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. പൗലോസ് പറയാണ്, സ്പീക്ക് ടു യോർസെൽവ്സ് ഇൻ സാംസ്, ഹിംസ് ആൻഡ് സ്പിരിച്വൽ സോങ്സ്. നിങ്ങളോട് തന്നെ പാട്ട് പാടുക. രണ്ടാമത്തത്, ഗാനങ്ങൾ ആലപിച്ച് മഹത്വപ്പെടുത്തുക. ഇംഗ്ലീഷ് ബൈബിളാണ് മനോഹരം. മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ഭാര്യ ചോദിക്കും, എന്താണിത്, നിങ്ങൾ എന്താ മൂളിക്കൊണ്ട് നടക്കുന്നത്? ഞാൻ നിന്നോട് മൂളുകയല്ല, എന്നോട് തന്നെ മൂളുകയാ. എൻ്റെ അകത്ത് വസിക്കുന്ന കർത്താവിനോട്. ഓ സ്നേഹമേ സ്നേഹമേ, ഓ അഭിഷേകമേ. മക്കൾ ചോദിക്കും, ചാച്ചാ ചാച്ചാ എന്താ ഇത്? ഞാൻ എന്നിൽ വസിക്കുന്ന കർത്താവിന് പാട്ട് പാടിക്കൊടുക്കുക. ഓ റാഷി ഓ ഹല്ലേലൂയ. മേക്കിംഗ് മെലഡി ഇൻ യുവർ ഹാർട്ട്. 3, ഓൾവേസ് ഗിവ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കുവിൻ. നിങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധത്തിൽ വളരും. ചിലർ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവമേ എൻ്റെ ജോലിയുടെ കാര്യം എന്തായി? 6 വർഷമായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇതുവരെ ഗൾഫിലെ ജോലി ശരിയായില്ല. ചില പെൺകുട്ടികൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ 35 ധ്യാനം കൂടി, ഇതുവരെ ചെറുക്കം വന്നില്ല. ഇങ്ങനെ കാണിക്കാനുള്ള ദൈവം പറയാണ്, ഓൾവേസ് ഗിവ് ഹിം താങ്ക്സ്. Give him thanks. This is the difference between a believer and an unbeliever. ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള, പരിശുദ്ധാത്മാവുള്ളവനും പരിശുദ്ധാത്മാവില്ലാത്തവൻ തമ്മിലുള്ള വ്യത്യാസം പൗലോസ് കാണിച്ചിട്ട് പറയാണ്, എപ്പോഴും ഏത് സാഹചര്യത്തിനും give him thanks, give him thanks, give him thanks. നന്ദി കരേറ്റുവിൻ. ജോലി പോകുമ്പോൾ നന്ദി കരേറ്റുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നന്ദി കരേറ്റുന്നു, അപകടമുണ്ടാകുമ്പോൾ നന്ദി കർത്താവേ, വീട്ടിൽ മക്കൾക്ക് രോഗം വരുമ്പോൾ നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നന്ദി കരേറ്റാൻ പഠിപ്പിക്കുകയാണ്, നന്ദി കരേറ്റാൻ പഠിപ്പിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നന്ദി കരേറ്റാൻ. ഗിവ് ഓൾവേസ് താങ്ക്സ് എന്നാണ്.
എപ്പോഴും നന്ദി കരേറ്റാൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസും സീലാസും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടന്നപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ടാണ് ജയിലിൽ കിടന്നെന്ന് ചോദ്യം ചോദിക്കാതെ അവർ നന്ദി കരേറ്റിയപ്പോൾ ദൈവത്തിന്റെ മഹാ അത്ഭുതം കടന്നു വന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ കർത്താവ് പറയുന്നു നിങ്ങൾ ഇതിന്റെ ഫലം കാണും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്ഭുതകരമായ ഫലം ഞാൻ അനുഭവിക്കാനായിട്ടിടയായി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ. എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. മുറിയിൽ നടക്കുമ്പോഴും രാത്രി ഉറങ്ങുമ്പോൾ നന്ദി പറഞ്ഞു ഉറങ്ങാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതം മാറും കേട്ടോ. യു വിൽ ബി അനദർ പേഴ്സൺ. യു വിൽ ബി an anointed person. നീ അഭിഷേകമുള്ള വ്യക്തിയായി മാറും കുഞ്ഞെ. നീ അഭിഷേകമുള്ള വ്യക്തിയായി മാറും മകളെ. എപ്പോഴും നന്ദി പറയുവാൻ കർത്താവ് നമ്മളെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ചേർന്നെല്ലാവരും പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നിനും പരാതി പറയരുത്. ഗ്രംബിളിങ് നിർത്താൻ ദൈവം പറയുന്നു. എന്ത് സംഭവിച്ചാലും ഈശോയ്ക്ക് നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ട് കർത്താവ് പറയുന്നു. നാലാമതായിട്ട് ദൈവം പറയാണ് സബ്മിഷൻ. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി പരസ്പരം വിധേയരായിരിക്കുവിൻ. ചിലപ്പോൾ ധ്യാനകേന്ദ്രത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാരിങ്ങനെ വരുന്ന സമയത്ത് അവിടെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ പറയാണ്, ബ്രദറെ ആ വണ്ടി ഇച്ചിരി ഒന്ന് മാറ്റി ഒന്ന് പാർക്ക് ചെയ്യാമോ, ഇവിടെ ഇടരുത് കേട്ടാ. ഞാൻ ആരാന്ന് തനിക്കറിയാമോ? ഞാൻ ആരാന്ന് അറിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ധ്യാനം കൂടാനായിട്ടാ വന്നത്. പക്ഷേ അവിടെ നിൽക്കുന്ന ഒരു വോളണ്ടിയറിനോട് എളിമയോടെ സംസാരിക്കാൻ പഠിച്ചിട്ടില്ല. ഞാൻ ആരാന്ന് തനിക്കറിയാമോ? ഏത് കുടുംബത്തിന് വരുന്നെന്നറിയാമോ? എന്നോട് തനിക്ക് വണ്ടി മാറ്റിയിടാൻ പറയാൻ എങ്ങനെ ധൈര്യമുണ്ടായി? ഇതാണ് നമ്മുടെ പ്രശ്നം. നോ. പൗലോസ് പറയാണ് ബി സബ്മിസീവ്. മറ്റുള്ളവരോട് കീഴടങ്ങുവിൻ. യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി മറ്റുള്ളവർക്ക് വിധേയപ്പെട്ടിരിക്കുവിൻ. ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു സാരി വാങ്ങിച്ചുകൊണ്ട് വരുമ്പോ ഇത് ആർക്ക് വേണം? ഭിക്ഷക്കാരി പോലും ഉടുക്കത്തില്ലല്ലോ. ഇതാണോ നിങ്ങൾ മേടിച്ചുകൊണ്ടുവന്നത്? നിങ്ങളുടെ അമ്മയ്ക്കാണ് നിങ്ങൾ മേടിക്കുമായിരുന്നോ? നിങ്ങളുടെ പെങ്ങൾക്കാണ് നിങ്ങൾ മേടിക്കുമായിരുന്നോ? പറയരുത് സഹോദരി. അവിടെ കർത്താവ് പറയാണ് കീഴടങ്ങുക. പരിശുദ്ധാത്മാവുമായിട്ടുള്ള വലിയ സ്നേഹബന്ധം, കൂട്ടായ്മ, അഭിഷേകത്തിന്റെ അനുഭവം ദൈവം എനിക്കും നിങ്ങൾക്കും തരുമെന്ന് കർത്താവിന്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മാറ്റിമറിക്കുന്നവനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. വെളിപാട് പുസ്തകമാണ് ബൈബിളിലെ അവസാനത്തെ പുസ്തകം. ആ പുസ്തകത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു, ദാഹിക്കുന്നവൻ വന്ന് സൗജന്യമായി ജീവന്റെ നദി പാനം ചെയ്യട്ടെ. ദാഹിക്കുന്നവൻ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയുടെ ചരിത്രത്തിലെ ഒരു അത്ഭുതമാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. അപ്പൻ ഒരു വെള്ളക്കാരനായിരുന്നു, അമ്മ ഒരു കറുത്തവർഗക്കാരിയായിരുന്നു. അവരുടെ സ്നേഹത്തിൽ അമ്മയുടെ വയറ്റിൽ ഒരു കുഞ്ഞ് പറന്നു. വെള്ളക്കാരനായ അപ്പൻ വിചാരിച്ചു കുഞ്ഞ് വെളുത്തിരിക്കും, സായിപ്പായിരിക്കും. പക്ഷെ ജനിച്ചു കഴിഞ്ഞപ്പോ കുഞ്ഞ് കട്ടക്കരി, നല്ല ഒന്നാം തരം ആഫ്രിക്കക്കാരന്റെ നിറം. ആ കുഞ്ഞിനെ കണ്ട അന്ന് തന്നെ ഭാര്യയോടൊരു വാക്ക് പോലും പറയാതെ ഈ ഭർത്താവ്, ഈ വെള്ളക്കാരൻ ഈ ഭാര്യയും കുഞ്ഞിനെയും വിട്ടിട്ട് എന്നേക്കുമായിട്ട് അവരുടെ ജീവിതത്തിന് പോവുകയാണ്. ജീവിതം കഷ്ടപ്പാട് നിറഞ്ഞതായി തീർന്നു മാർട്ടിൻ ഡി പോറസിന്. പാവപ്പെട്ടവനായ മാർട്ടിൻ ഡി പോറസിനെ അമ്മ കൊച്ചു കുടിൽ നിന്നും പുറത്തേക്കിറങ്ങി രാത്രിയിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ മാർട്ടിൻ ഡി പോറസേ, നിന്റെ ഭൂമിയിൽ അപ്പൻ നിനക്ക് നഷ്ടപ്പെട്ടെങ്കിലും നിനക്ക് സ്വർഗത്തിൽ ഒരു അപ്പനുണ്ട്. ആ അപ്പൻ ആരാണെന്നറിയാമോ? ആകാശത്തെ വിരിച്ച അപ്പൻ, നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന അപ്പൻ, നിന്റെ തലയിൽ എത്ര മുടിയുണ്ടെന്ന് എണ്ണമിട്ടിരിക്കുന്ന അപ്പൻ, കരയുന്ന കാക്കക്കുഞ്ഞിന് ആഹാരം കൊടുക്കുന്ന ഒരു അപ്പൻ. ദാറ്റ് ഫാദർ ഈസ് യുവർ ഫാദർ. ആ അപ്പനാണ് നിന്റെ അപ്പൻ. വിളിയടാ അപ്പ എന്ന്. അവൻ ആകാശത്തേക്ക് നോക്കി വിളിച്ചു, അപ്പാ അപ്പാ അപ്പാ. അവന് വലുതായി, പ്രായമായി. കുടിലിൽ കിടന്നവൻ അപ്പനുമായിട്ടൊരു സ്നേഹബന്ധത്തിലായി. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അപ്പനോട് അവൻ പറഞ്ഞു, അപ്പാ, ദൈവവചനത്തിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് മനസ്സിലാകുന്നു. അപ്പൻ അവന്റെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്വർഗത്തിലെ പിതാവ് മാർട്ടിൻ ഡി പോറസിനെ നിറച്ചു. നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവചരിത്രം വായിക്കണം. അതിലൊരു സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ ആത്മാവ് അദ്ദേഹത്തിന്റെ മേൽ ഇറങ്ങി വന്നിട്ട് അദ്ദേഹം ഒരു തീക്കട്ടയായി മാറി. നമ്മൾ കരിക്കട്ട എടുത്ത് അടുപ്പിലിട്ട തീക്കട്ടയാകത്തില്ലേ, അതുപോലെ തീക്കട്ടയായി മാറി. അദ്ദേഹത്തിന്റെ മുഖം തീയായി മാറി, കൈകൾ തീയായി മാറി, ശരീരം തീയായി മാറി. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ ഒരു തീക്കട്ടയായി മാറി. മുടന്തനായ ബിഷപ്പിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ മുടന്തനായ മാരക രോഗം ബാധിച്ച് തളർന്നു കിടന്ന ബിഷപ്പ് ഒരു മാനിനെ പോലെ എഴുന്നേറ്റോടുന്ന സംഭവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, ലോകത്തിലെ സാധാരണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് നമ്മൾ നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളയരുത്. ദൈവം തരുന്ന ഉന്നതത്തിന്റെ പരിശുദ്ധാത്മാവിനെ, ആ അഗ്നിനാളത്തെ നമ്മൾ സ്വീകരിക്കണം. ആ കൊടുങ്കാറ്റ് നമ്മുടെ മേലൊന്ന് ഇറങ്ങി വരട്ടെ. എനിക്ക് ഒത്തിരി വേദനയുള്ളൊരു സംഭവമുണ്ട്. ഉയർത്തെഴുന്നേറ്റ ഈശോ 500 പേർക്ക് പ്രത്യക്ഷപ്പെട്ടു. 1 കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുന്നു. 500 പേർക്ക്.
എത്ര അത്ഭുതമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ തീ കിട്ടിയത് 120 പേർക്കാ. കാരണം എന്താണെന്നറിയാമോ? 380 പേർക്കും കാത്തിരിക്കാനും പ്രാർത്ഥിക്കാനും വില കൊടുക്കാനും ദൈവത്തെ അംഗീകരിച്ച് കാത്തിരുന്ന് സമ്മാനം നേടിയെടുക്കാനുള്ള മനസ്സില്ല. അവരെവിടെയോ പോയി സിനിമ കണ്ടു കാണും, ഫുട്ബോൾ കണ്ടു കാണും, ചായക്കടയിൽ പോയി കാണും. 380 പേര് വില കൊടുത്തില്ല. 120 പേര് പറഞ്ഞു ഞങ്ങൾ പരിശുദ്ധ മറിയത്തോടൊപ്പം കാത്തിരിക്കും. പ്രിയപ്പെട്ടവരെ, 500 പേർക്ക് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടെങ്കിലും യേശുവിന്റെ സമ്മാനം സ്വീകരിക്കാൻ പറ്റിയത് വെറും 120 പേർക്കാണ്. അവരുടെ മേൽ അഗ്നി ഇറങ്ങി വന്നു. അവർ പുതിയ സൃഷ്ടികളായി മാറി. ഈ വാഗ്ദാനം എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. കണ്ണുകളടയ്ക്കാം. ദൈവമേ, വരുന്ന വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാനും പുതിയ സൃഷ്ടിയായി തീരാനും ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും കൊണ്ട് നിറഞ്ഞ് ഒരു പുതിയ ജീവിതം നയിച്ച് പിശാചിന്റെ മേൽ, പാമ്പുകളുടെ മേലും തേളുകളുടെ മേലും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കാനുള്ള വലിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. യേശുനാഥ വാവ സ്നേഹരാജാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹരാജാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ നീയൻ പ്രാണനാഥൻ നീയൻ സ്നേഹരാജൻ നിന്നിലെല്ലാവൻ ജീവനും സർവവുമേ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹരാജാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ വേണ്ട പോകരുതേ നാഥ നിൽക്കേണമേ തീർത്തു കൊള്ളാം ഞാൻ നല്ലൊരു പൂമണ്ഡപം വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹരാജാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ വാവ യേശുനാഥ വാവ യേശുനാഥ വാവ സ്നേഹരാജാ ഹായൻ ഹൃദയം തേടിയിടും സ്നേഹമേ
സ്നേഹമാത്രമായ പൊന്നേശുവേ, അവിടുന്ന് ഞങ്ങളോട് അരുളി ചെയ്തുവല്ലോ, ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ നിങ്ങൾക്ക് തരികയും ചെയ്യും. അവൻ നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ കാണിച്ചു തരും. വീണ്ടും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കുമെന്ന്. ജെറൂസലേമിലും യൂദയായിലും സമരിയായിലും ലോകത്തിന്റെ അതിർത്തി വരെ ഞങ്ങൾക്ക് അങ്ങയുടെ സാക്ഷ്യം വഹിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് വലിയ ശക്തി തരുമെന്ന് വാഗ്ദാനം ചെയ്തു. കർത്താവേ, ജെറൂസലേം ഞങ്ങളുടെ ഭവനമാണ്, സമരിയ ഞങ്ങളുടെ അയൽദേശമാണ്, യൂദയ ഞങ്ങളുടെ രാജ്യമാണ്. ഇതാ ലോകത്തിന്റെ അതിർത്തികൾ എവിടെയായിരുന്നാലും യേശുവിന്റെ സാക്ഷിയാകാനുള്ള വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തു. ഈ ആരാധന സമയത്ത് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, പ്രായമുള്ളവരെയും കുഞ്ഞുമക്കളെയും യുവതി യുവാക്കന്മാരെയും എല്ലാവരെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. കുടുംബനാഥന്മാരെയും കുടുംബനാഥന്മാരെയും വൈദികരെയും സിസ്റ്റർമാരെയും പുത്തൻ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. വചനപ്രഘോഷകർക്ക് പുത്തൻ അഭിഷേകം കൊടുക്കണമേ. യേശുവേ, സ്വർഗത്തിന്റെ അഗ്നി കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടാം എല്ലാവരും. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, ഓ നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പൊന്നീശോയെ, ജോർദാൻ നദിയിൽ പാപികൾ ക്യൂ നിൽക്കുമ്പോൾ മാമോദിസ സ്വീകരിക്കാൻ സ്നാപയോഹന്നാന്റെ മുൻപിൽ പാപികൾ എല്ലാവരും ക്യൂ നിൽക്കുന്ന സമയത്ത് അവരിൽ ഒരുവരെ പോലെ എളിമപ്പെട്ട് യോഹന്നാന്റെ മുമ്പിൽ മുട്ടുകുത്തി. യോഹന്നാൻ ചോദിച്ചു, ഞാൻ അങ്ങിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ അങ്ങ് എന്താണ് എന്റെ മുൻപിൽ മുട്ടുകുത്തുന്നത്? എളിമ നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പുറത്തേക്കൊഴുകിയ വാക്കുകൾ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോൾ എല്ലാ നീതിയും പൂർത്തിയാക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. ഇതാ പാപികൾ സ്നാനപ്പെടുന്നത് പോലെ ഒരു പാപമില്ലാത്ത അവിടുന്ന് ജോർദാനിലെ തണുത്ത വെള്ളത്തിൽ സ്നാനപ്പെട്ട് എഴുന്നേറ്റ് വന്നപ്പോൾ പെട്ടെന്ന് സ്വർഗം തുറക്കപ്പെടുന്നതും ഇതാ പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അങ്ങയുടെ മേൽ എഴുന്നള്ളി വരുന്നത് ഞങ്ങൾ കാണുന്നു. ഇതേ സ്വർഗത്തിന്റെ തങ്കപ്രാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തല്ലോ കർത്താവേ. അങ്ങിൽ വന്ന് നിറഞ്ഞതുപോലെ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം ഞങ്ങളിൽ നിറയുമ്പോഴാണല്ലോ ഞങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ സാധിക്കുന്നത്, സ്നേഹിക്കാൻ സാധിക്കുന്നത്, എളിമപ്പെടാൻ സാധിക്കുന്നത്, കർത്താവെ വചനമനുസരിക്കാൻ സാധിക്കുന്നത്. ജോർദാൻ നദിയിൽ വന്ന സ്വർഗത്തിന്റെ തങ്കപ്രാവേ, ഈ ആരാധന വേളയിൽ ഞങ്ങളിലും വന്ന് നിറയണമേ. ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമായി ആഗതനാകണമേ. എല്ലാവരിലും ജോർദാൻ നദിയിലന്ന് പറന്നിറങ്ങിയപ്പോ ആഗതനാകണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, കത്തിപ്പടരണമേ. മാലിന്യങ്ങളകറ്റി അന്ധതയെല്ലാം നീക്കി വിശ്വാസത്തിലുറയ്ക്കാൻ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദാഹത്തോടെ വിളിക്കുന്നു. ഓ നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, വലിയ ദാഹത്തോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിലവിളി കേൾക്കണമേ. ആത്മാവ് അഭിഷേകം, 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 അഭിഷേകം. നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. യേശുവേ, സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധ അമ്മയോടൊപ്പം 120 പേർ സഹിയോൻ മാളിക മുറിയിൽ കാത്തിരുന്നു. എന്താണ് സംഭവിക്കുന്നെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു വാഗ്ദാനം മാത്രം അവർക്കറിയാം, പരിശുദ്ധാത്മാവിനെ ഞാൻ അയക്കും. 9 ദിവസങ്ങൾ ഒന്നും സംഭവിക്കാതെ കടന്നുപോയി.
എന്നാൽ 10-ാം ദിവസം പെന്തക്കോസ്താ തിരുനാൾ സമാഗതമായി. യഹൂദന്മാരുടെ വലിയ തിരുനാൾ. ആ ദിവസം പ്രത്യേകിച്ച് എന്താണ് സംഭവിക്കുന്നറിയാതെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് അവർ ഒരു മനസ്സോടെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് സ്വർഗം തുറക്കുന്നതും ദൈവത്തിന്റെ ആത്മാവ് തീജ്വാലകളായി ഇവരുടെ മേൽ വരുന്നത് അവർ കണ്ടു. പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിന്റെ ശക്തിയോടെ കടന്നു വന്നു. അവർ പുതിയ സൃഷ്ടികളായി. അവർ വീണ്ടും ജനിച്ചു. അവർ അഭിഷേകം പ്രാപിച്ചു. സ്വർഗത്തിന്റെ തീ അവർക്ക് കിട്ടി. സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞില്ലേ, എന്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാൽ സ്നാനപ്പെടുത്തും. ആ അഗ്നിസ്നാനം അവർ ഏറ്റുവാങ്ങി. ജോർദാൻ നദിയിൽ വന്നതുപോലെ ഇതാ ഇവിടെ അഗ്നി പോലെ വരുന്നു, പ്രാവാട്ട് വരുന്നു, മഞ്ഞു പോലെ വരുന്നു, വെള്ളമായി വരുന്നു, വെള്ളച്ചാട്ടമായി വരുന്നു, കൊടുങ്കാറ്റ് പോലെ വരുന്നു, തീയായി വരുന്നു. എല്ലാം അങ്ങയുടെ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്തമായ വിധത്തിൽ അവിടുന്ന് മനുഷ്യനെ അഭിഷേകം ചെയ്യുന്നു. സിഹിയോൻ ശാലയിൽ അഗ്നി കൊണ്ട് നിറച്ചതുപോലെ അവിടുന്ന് ഈ ആരാധനയിൽ ഞങ്ങളെ ഈ അഗ്നി കൊണ്ട് നിറയ്ക്കണമേ. സിഹിയോൻ ശാല തന്നിൽ തീനാവെന്നതുപോ പാവന സ്നേഹവുമാ ആഗതനാകണമേ. സിഹിയോൻ ശാല തന്നിൽ അതുപോലത്തെ അഭിഷേകം, സെയിം അനോയിന്റിംഗ്, തീനാവെന്നതുപോ ഗ്ലോറി, പാവന സ്നേഹവുമാ ആഗതനാകണമേ. സഹനം നിറയുന്ന ഈ ഭൂമിയിൽ, സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിൽ സഹനം നിറയും ധരയിൽ ധീരതയോടെ ചരിക്കാൻ അഗ്നിയിൽ സ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. ചേർന്ന് വിളിക്കാൻ ദൈവമക്കളെ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ആരാധന ഏറ്റെടുത്ത് അഭിഷേകം എല്ലാവർക്കും തീ പിടിക്കട്ടെ. സ്വർഗത്തിന്റെ തീ, സ്വർഗത്തിന്റെ അഗ്നി, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം, അഗ്നി അഭിഷേകം. പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകം, ഓ അഗ്നി അഭിഷേകം. വചനത്തിൽ കേട്ട് ഞങ്ങൾ ആരാണ്, ഞങ്ങളുടെ ശക്തി ഞങ്ങൾ വചനത്തിലൂടെ അറിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ നിറയ്ക്കുക, 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 നിറയ്ക്കുക. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പൊന്നീശോയെ, വർഷങ്ങൾക്ക് മുമ്പ്, യേശു ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ എസെക്കിയേൽ ഒരു ദർശനം കണ്ടു. ദേവാലയത്തിന്റെ വലതുഭാഗത്ത് ഒഴുകുന്ന ഒരു നദി. അതിനാദ്യം വെള്ളത്തിന് ആഴം കുറവായിരുന്നു. അത് പാദം വരെ വെള്ളമുണ്ടായിരുന്നു. പിന്നീട് വെള്ളം ഉയർന്നുയർന്ന് മുട്ടുവരെ എത്തി. പിന്നീട് വെള്ളം ഉയർന്നുയർന്ന് അരക്കെട്ട് വരെ എത്തി. പിന്നീട് വെള്ളം ഉയർന്നുയർന്ന് ശിരസ് വരെ എത്തി. നീന്തിയല്ലാതെ പോകാൻ പറ്റാത്ത വണ്ണം വെള്ളമുയർന്നു. യേശുവേ, പരിശുദ്ധാത്മാവിന്റെ നിറവിന്റെ ലെവലുകൾ, പല തരത്തിലുള്ള ഘട്ടങ്ങൾ അതിലൂടെ കടന്നുപോയി പൂർണ്ണമായും ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങൾ വരണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നല്ലോ. ആദ്യം പാദം വരെയെങ്കിൽ പിന്നീട് അത് ഉയർന്നുയർന്ന് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കളാണെന്നുള്ള വചനം അനുസരിക്കത്തക്കവണ്ണം ജീവിതത്തിലെ ഓരോ സെക്കൻഡിലും പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലായി ദൈവത്തിന്റെ മകരമകളുമായ അനുസരണത്തിൽ ജീവിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈ ആരാധനയിൽ മുട്ടോളമല്ല, അരയോളമല്ല, നീന്തുവാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ആത്മാവേ, മുട്ടോളമല്ല, ആത്മാവേ, അരയോളം ആത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയൊരു ജീവ നദി ഒഴുക്കാം, വലിയൊരു ജീവ നദി ഒഴുക്കാം. മുട്ടോളമല്ല, നിറയട്ടെ. ഓരോ ഭവനവും നിറയട്ടെ, ഓരോ വ്യക്തികളും നിറയട്ടെ, ഓരോ കുടുംബവും ജീവജലം നിറയട്ടെ. പരിശുദ്ധാത്മ ജലം മുഴുകട്ടെ, നിറയട്ടെ. ഒരു വെള്ളച്ചാട്ടം പോലെ, നയാഗ്ര വെള്ളച്ചാട്ടം. ഓ അഭിഷേകം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവ